കാര്യം ഉണ്ടായിട്ട് നീ ചെന്ന് സാറിനോട് വരാൻ പറ. മനസ്സിലായി. സാറിന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് കാലത്തെ തുടങ്ങാനല്ലേ? കുതിരയ്ക്ക് പുല്ല് മേടിച്ചു കൊടുക്കാനടി കഴുതേ. വൈകുന്നേരം വരയ്ക്കുള്ള പുല്ല് തൊട്ടിയിലുണ്ട്. നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ഇല്ല, ഒറ്റ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറയും. ഓ എടി, കുടിക്കാനല്ല, നിന്നാണ് സത്യം. മതി മതി, ഈ സത്യമൊക്കെ കുറെ ഞാൻ കണ്ടതാ. പുല്ല് മേടിക്കണം. എന്തിനാ 10ഉം 11ഉം ഒക്കെ? ഇങ്ങനെ ഒരെണ്ണം പോരെ തന്തേനെ തിന്നാൻ. 750 രൂപ വാടക ഇത്തിരി കൂടുതലല്ലേ? കൂടുതലോ? ഇപ്പൊ ഇതുപോലെ സൗകര്യത്തിന് വീട് കിട്ടണമെങ്കിൽ 1500 2000 കൊടുക്കണം. ഇതേ നമ്മുടെ നാടല്ല. അടുക്കള എവിടെയാ? ദേ അവിടെ. പിന്നെ ഒക്കെ ഇഷ്ടപ്പെട്ടോ? എനക്കൂടി നീയേ കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടു. ശരി എന്നാ. ചേച്ചിയുടെ അടുക്കളയിലോട്ട് പോയി. അയ്യോ, അത് ഞാൻ വെച്ച് മറന്നതാ. ചേച്ചി കുളിക്കണ്ടേ? ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. നീ വേഗം പോയി കുറച്ച് പാല് വാങ്ങിച്ചോണ്ടോ. അപ്പൊ കുളിക്കാൻ വെള്ളം കൊണ്ടുവരണ്ടേ? എന്നിട്ട് അമ്മയില്ലേ അവിടെ? അമ്മ വെള്ളം പിടിക്കാൻ പോയിരിക്കാം. ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? ശരി എന്നാ. അപ്പൊ പാലിക്ക് ദുഡ് ഒരു തട്ട് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പാടി. കാശ് ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്, പോയി എടുത്തോ. ശരി. കുളിക്കാനുള്ള വെള്ളം ഇപ്പൊ കൊണ്ടുവരും. നീ സാരി ഒക്കെ ഒന്ന് മാറി കുളിച്ച് റെസ്റ്റ് എടുക്ക്. അടുക്കള പണി എല്ലാം അവള് നോക്കിക്കോളും. മക്കളെന്തേ? അതുണ്ട്. അയ്യോ, അവരെ കുളിപ്പിക്കണം. ചേച്ചിക്ക് ടീയാ കാപ്പിയാ? എല്ലാവർക്കും ചായ. അപ്പൊ ടീത്തോള് മേടിക്കണം. വാങ്ങിച്ചോ. വേറെ അടുക്കളയിലേക്ക് എന്താ ആവശ്യം വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചു. എപ്പോഴെപ്പോഴും ഉണ്ടല്ലോ. തൽക്കാലം ടീത്തോള് മാത്രം മതി. എന്നാ ചെല്ലേ. ഓ, ഇതെന്താ ടീത്തോള്? ചായപ്പൊടി, നമ്മുടെ ചായപ്പൊടി. പിന്നെ അടിച്ചു വാരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ ഒരു കൊച്ചു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പെണ്ണായിരിക്കുമെന്ന്. ഇത് കൊച്ചൊന്നല്ലോ കേട്ടോ.